പ്രമുഖ പണ്ഡിതന്മാർ മുഹമ്മദ് അഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ മറ്റൊരു പണ്ഡിതൻ മുതൂർ അബൂബക്കർ മുസ്ലിയാറാണ്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും വിഷയ അല്ലെങ്കിൽ സബ്ജക്റ്റ് അവതാരകരുടെ മറ്റൊരാൾ സജാദ് മാഷാണ്. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉള്ള മസീഹ് മൗഊദിന്റെ സത്യസാക്ഷ്യമാണ്, നബുവത്താണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഒരു നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു വിഷയമായിരിക്കണം നാം കണക്കിലെടുക്കേണ്ടത്. മറ്റുള്ളവരും തന്നെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നാം വിഷയത്തിൽ അതിന് കടന്നുള്ള സംസാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകരുതെന്ന് വിനീതമായി പറയുകയാണ്. കാരണം നാം എല്ലാവരും യഥാർത്ഥമായ സത്യം അറിയുവാൻ വേണ്ടി ആകാംക്ഷരാണ്, ആ സത്യാന്വേഷികളാണ് നാം എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി വളരെ സമാധാനപൂർണമായി തന്നെ കേൾക്കുകയും വേണം, അവതരിപ്പിക്കുകയും വേണം. കാരണം വിശുദ്ധ ഖുർആൻ ആണ് ഇതിൽ പറയാനുള്ള വിഷയം. അത് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞുള്ള മറ്റൊന്നും തന്നെ ഇവിടെ എടുക്കുന്നത് അതൊന്നും തന്നെ ഇവിടെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും അതിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളും മാത്രമാണ് പറയേണ്ടത്. കാരണം ഇരുകൂട്ടരും പറയുന്നത് കേൾക്കുവാൻ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ആ പറയുന്ന വാക്കുകൾ അത്രമാത്രം വ്യക്തവും സമാധാനപൂർണവുമായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും തമ്മിൽ ഒരു വിരോധമോ വൈരാഗ്യമോ ഇല്ല. കാരണം അറിയുവാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് എന്താണ് അറിയേണ്ടത് അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണവും ഒരു സിറ്റിങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി സമാധാനപൂർണമായി കേൾക്കുകയും അത് അവതരിപ്പിക്കുകയും വേണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ആരംഭിക്കുന്നതിലേക്കായി മൗലവി മുഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുകയാണ്. بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഒരു സത്യാന്വേഷണ വേദിയാണ്. അറിയാനും അറിയിക്കാനും ഉള്ള ഒരു വേദി. ഞാനിവിടെ പ്രതിനിധീകരിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെയാണ്. അറിവ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കും ആ രംഗത്തെക്കുറിച്ചുള്ള അറിവ് അന്വേഷണീയമാണ്. അത് മതപരമാകട്ടെ ഭൗതികമാകട്ടെ മറ്റേത് തരത്തിലുള്ളതാണ്. ആത്യന്തികമായ അറിവ് ദൈവികമായിട്ടുള്ള അറിവാണ്. അഥവാ അള്ളാഹു നേരിട്ട് അറിയിച്ചിട്ടുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള അറിവ്. ബാക്കി അറിവുകൾക്ക് പരിമിതികൾ ഉണ്ടാകാം, അന്വേഷണങ്ങൾ വീണ്ടും നടക്കേണ്ടതായി ഉള്ളതും ആകാം. അതേസമയത്ത് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ തികച്ചും വ്യക്തവും ആത്യന്തികവും ആയി. പ്രമാണങ്ങൾ വേറെ ഒന്നും ഉദ്ധരിക്കാൻ പാടില്ല എന്ന കാരണത്താലല്ല വിശുദ്ധ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറഞ്ഞു. ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ മാത്രം പ്രമാണമെടുക്കുകയാണെങ്കിൽ മറ്റ് ചർച്ചകളിലേക്ക്
പോകാതെ കൂടുതൽ അത് പ്രമാണമാണോ അല്ലയോ എന്നൊരു ചർച്ച ഇല്ലാതാവും എന്ന കാരണത്താലാണ് ഖുർആൻ പ്രമാണമെടുക്കാം എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ എല്ലാ കാര്യങ്ങളെയും മനുഷ്യനാവശ്യമായ, ഒന്നുകൂടെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് അനുസൃതമായി ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വ്യക്തവും വിശദവുമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അത് പ്രഖ്യാപിക്കുന്നത്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് മുസ്ലിങ്ങളിൽ നിന്ന് വ്യതിരിക്തമായ പ്രധാനമായ ഒരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിലും ദൈവികമായ ജ്ഞാനം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പൂർവകാലത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സർവസമ്പൂർണവും എക്കാലത്തേക്കുമുള്ള മാർഗദർശകവുമാണ്. അതേസമയത്ത് ഖുർആന്റെ ജ്ഞാനം ദൈവികമായി തന്നെ അല്ലാഹുവിൽ നിന്ന് ലഭിക്കും എന്ന് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അക്കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു ഖുർആനിക ജ്ഞാനങ്ങൾ നൽകിക്കൊണ്ട് അയച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയും അതിന് തക്കതായ തെളിവുകൾ നൽകുകയും ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹാ വ്യക്തിയാണ് ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം അല്ലാഹുവിൽ നിന്ന് അറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നുവെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഇവിടെ വെളിപ്പെട്ട വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ ജ്ഞാനം അദ്ദേഹം ലോകത്തിന് നൽകാൻ വേണ്ടി വന്ന ആളായിരുന്നുവെന്നുമാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ചർച്ചയുടെ മർമ്മം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഈ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാർ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. വരും എന്ന് ഖുർആൻ കൊണ്ട് തെളിയുന്നുവെങ്കിൽ മാത്രമാണ് വന്ന ആൾ ഖുർആൻ കൊണ്ട് ഖുർആൻ വെക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് സത്യവാനാണോ അസത്യവാനാണോ എന്ന് നാം അന്വേഷിക്കണം. ആരും വരാനില്ലെങ്കിൽ വന്ന ആളെ കുറിച്ച് അന്വേഷിക്കുന്നത് വ്യർത്ഥമാണ്. വരാനുണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തെളിയുകയാണെങ്കിൽ അതിനുശേഷം വന്ന് വാദം ഉന്നയിക്കുന്ന വ്യക്തി ഖുർആൻ അനുസരിച്ച് സത്യവാനാണോ അസത്യവാനാണോ എന്ന് ഖുർആന്റെ ഖുർആൻ പറയുന്ന വാക്യങ്ങൾ അനുസരിച്ച് അത് അന്വേഷിക്കേണ്ട ചുമതലയും ഖുർആനിൽ വിശ്വസിക്കുന്ന ആൾക്കുണ്ട്. ഖുർആൻ പറയുന്നു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. നാം ഓരോ ഉമ്മത്തിലും സമുദായത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവിനെ ആരാധിക്കണമെന്നും താഗൂത്തിനെ നിഷേധിക്കണം, വർജിക്കണമെന്നുള്ള സന്ദേശവുമായി അല്ലാഹുവിന്റെ ഈ സുന്നത്ത്, അല്ലാഹുവിന്റെ ഈ ചര്യ ലോകാരംഭം മുതൽ ആരംഭിച്ചതാണ്. ആ അല്ലാഹു ഒരിക്കൽ ഈ ചെയ്തു വന്നിട്ടുള്ള ഈ ഒരു നടപടിക്രമം മാറ്റപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയും പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് മാറ്റപ്പെടുകയില്ല, തന്റെ ചര്യകൾക്ക് മാറ്റം അല്ലാഹു വരുത്തുകയില്ല എന്ന് വ്യക്തമായി പറയുന്നു. ലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അവന്റെ നടപടിക്രമങ്ങളിൽ യാതൊരു മാറ്റവും നിനക്ക് കാണാൻ സാധ്യമല്ല. അവന്റെ ചര്യകളിൽ നിനക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്തുവാൻ ഒരിക്കലും വന്നതായിട്ട് നിനക്ക് കാണാം.
കാണിക്കുവാൻ സാധ്യമല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലഘട്ടത്തിൽ പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ അനുസരിച്ച് ജനങ്ങളിവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇന്നേ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ നിഅമത്തുകളെ, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി കൊണ്ട്, മതമായി കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറയുകയും ഒരു സർവ്വസമ്പൂർണമായിട്ടുള്ള ഒരു ശരീഅത്തിനെയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരു നടപടിക്രമം, നമുക്ക് ഒരു രൂപരേഖയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയം നാം തന്നെയാണ് ഈ ദിക്റിനെ, ഈ ത്വത്തിനെ ഇറക്കിയത്, നാം തന്നെയാണ് അതിനെ സംരക്ഷിക്കുന്നവനും എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്തും പറഞ്ഞു. അപ്പൊ സർവസമ്പൂർണമായിട്ടുള്ള ഒരു തത്വശാസ്ത്രവും ഒരു രൂപരേഖയും ഒരു ജീവിത പദ്ധതിയും അതിന്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുകയും ചെയ്തതുകൊണ്ട് ഇതിനു ശേഷം മറ്റൊരു തത്വസംഹിതയുടെ ആവശ്യമില്ല എന്ന് വ്യക്തമാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രന്ഥവും അതിന്റെ അവസാനം വരേക്കുള്ള സംരക്ഷണവും ഏറ്റെടുത്തതിന്റെ കാരണത്താൽ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഇനി മറ്റൊരു ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അതുകൊണ്ട് ഗ്രന്ഥത്തിന്റെ വിശദീകരണങ്ങൾ ആവശ്യമില്ല എന്ന് പറയാൻ നിർത്തിയില്ല. ആ ഗ്രന്ഥത്തിൽ പുതുതായി ഒന്ന് കൂട്ടിച്ചേർക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുകയോ ചെയ്യാൻ സാധ്യമല്ല. അതിന്റെ സംരക്ഷണമുണ്ട്. എന്നാൽ പ്രകൃതിയിൽ കാണുന്ന ഏതൊരു വസ്തു, അത് ഇലയാകട്ടെ, കല്ലാകട്ടെ, മണ്ണാകട്ടെ, മരമാകട്ടെ, എന്തായാലും അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ യഥാർത്ഥത്തിലുള്ള ഹാസ്യത്ത് എന്ന ഭാഷയിൽ പറയുന്നത്, അതിന്റെ തനിത്തന്മ, അതിന്റെ വെർച്യു, അതിന്റെ പെക്യുലാരിറ്റി, അതിന്റെ ക്വാളിറ്റി, മൂന്നിനെയും ചേർത്ത് പറഞ്ഞാൽ ഹാസ്യത്ത് എന്ന അർത്ഥത്തിൽ പറയാം. അതിന്റെ പരിധികൾ നിർണ്ണയിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഒരു ഇലയുടെ തനിത്തന്മയുടെ പരിധികൾ എന്താണ്, അതിന്റെ ഗുണങ്ങളുടെ പരിധികൾ എന്താണെന്ന് ഇന്നേ ഒരാൾക്കും നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയില്ല. അതാണ് ദൈവിക സൃഷ്ടിയുടെ മഹത്വം. മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ഏതാണെങ്കിലും അതിന്റെ പരിമിതികൾ ഉണ്ടാവും. അങ്ങനെയാണ് ലോകത്തുള്ള ഓരോ വസ്തുവും എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമിന് ഒരിക്കലും ഒരു പരിധി നിർണ്ണയിക്കുവാൻ അതിന്റെ അർത്ഥങ്ങൾക്കോ അതിന്റെ അർത്ഥവ്യാപ്തിക്കോ അതിന്റെ വ്യാഖ്യാനങ്ങൾക്കോ അതിനുള്ള ജ്ഞാന വിജ്ഞാനങ്ങൾക്കോ ഒരു പരിധി നിർണ്ണയിക്കുവാൻ ആരാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. സമുദ്രം മഷിയായി മാറിയാലും വൃക്ഷലതാദികൾ അതിന് തൂലികയായി മാറിയാലും ഒരിക്കലും എന്റെ റബ്ബിന്റെ കലിമത്തുകൾ അവസാനിക്കുകയില്ല. അത് അവസാനിച്ചു പോയെങ്കിൽ സമുദ്രം പറ്റിപ്പോകാം, പക്ഷേ റബ്ബിന്റെ കലിമത്തുകൾ അവസാനിക്കുകയില്ല. അതേ സമയത്ത് അല്ലാഹു പറയുന്നു, അത് അവസാനിക്കാത്തതിൽ എങ്ങനെയാണ് അവസാനിക്കാതെ നിലകൊള്ളുന്നത് എന്ന്. യാ ബനി ആദമ ഇമ്മാ യഅ്തിയന്നകും റുസുലുൻ മിൻകും യഖുസ്സുന അലൈക്കും ആയാതി. ബനു ആദമേ, ആദമിന്റെ മക്കളെ, മനുഷ്യ സമൂഹമേ, നിങ്ങൾക്ക് എന്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് നിശ്ചയമായും വരുന്നതായാൽ നിങ്ങളിൽ ആരും തപ്പ കൈക്കൊള്ളുകയും ഇസ്ലാം ചെയ്യുകയും തങ്ങളെ നന്നാക്കുകയും ചെയ്യുന്നുവോ അവർക്ക് വരുംകാല കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടുകയോ കഴിഞ്ഞകാല കാര്യങ്ങളെ കുറിച്ച് ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പറഞ്ഞ വാക്കിൽ എന്റെ ആയത്തുകൾ വിശദീകരിക്കുന്ന എന്നാണ് പറഞ്ഞത്. ആ ആയത്തുകളെ വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് ഖുർആൻ തന്നെ പറയുന്നു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഏറ്റവും ഉത്തമമായ ഖസസിനെ വിശദീകരിക്കുന്നത് നാം തന്നെയാണ്. അപ്പോൾ ദൈവികമായിട്ടുള്ള വിശദീകരണമാണ് അവിടെ വിവക്ഷിക്കപ്പെടുന്നത് എന്നതിൽ സന്ദേഹമില്ല. ഒരു മനുഷ്യനെ സ്വന്തമായി കണ്ടെത്തുവാനും അറിയുവാനും ഒക്കെയുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും ദൈവികമായിട്ടുള്ള വിശദീകരണമാണ് ആത്യന്തികമായ വിശദീകരണം എന്ന നിലയിൽ അള്ളാഹു തന്റെ ദൂതന്മാരെ അയക്കുമെന്ന് പറയുമ്പോൾ, അത് അവന്റെ നടപടിക്രമമാണ് എന്ന് പറയുമ്പോൾ, അതേ ഖുർആൻ തന്നെ പറയുന്നു, വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക.
ومن نوح وإبراهيم وموسى وعيسى ابن مريم وأخذنا منهم ميثاقا غليظا. നാം അവരിൽ നിന്ന് പ്രവാചകന്മാരുടെ ഉടമ്പടി വാങ്ങിയ സന്ദർഭം സ്മരിക്കുക. ഓ ദൂതരെ, അതായത് നബിതിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു താങ്കളിൽ നിന്നും, അതേപോലെ നൂഹ്, ഇബ്രാഹിം, മൂസ തുടങ്ങിയ പ്രവാചകന്മാരിൽ നിന്നും ആ ഉടമ്പടി നാം വാങ്ങി. ആ ഉടമ്പടി മീസാഖ് അൻ-നബിയ്യീൻ, പ്രവാചകന്മാരുടെ ഉടമ്പടി എന്ന പേരിൽ സൂറത്തുൽ അഹ്സാബിലെ 8-ാമത്തെ ആയത്തിലാണ് ഈ വാക്യം പ്രയുക്തമായിട്ടുള്ളത്. മീസാഖ് അൻ-നബിയ്യീൻ അഥവാ പ്രവാചകന്മാരുടെ ഉടമ്പടി എന്ന്. ആ മീസാഖ് അൻ-നബിയ്യീൻ എന്ന പദം രണ്ടും ചേർത്ത് പ്രയുക്തമായിട്ടുള്ള ഖുർആനിലെ മറ്റൊരു സ്ഥലം വൈദ് അഖദല്ലാഹു മീസാഖ് അൻ-നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. അല്ലാഹു പ്രവാചകന്മാരുടെ ഉടമ്പടി അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം അനുസ്മരിക്കുക. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും നൽകി കഴിഞ്ഞാൽ ثم جاءكم رسول, അതിനുശേഷം ഒരു ദൂതൻ നിങ്ങളിലേക്ക് വരുന്നതായാൽ ലതുഅ്മിനന്ന ബിഹി വലതൻസുറന്ന, മുസദ്ദിഖ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലതുഅ്മിനന്ന ബിഹി വലതൻസുറന്ന, നിശ്ചയം നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും നിശ്ചയം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സവിശേഷമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു മീസാഖ് അൻ-നബിയ്യീൻ, പ്രവാചകന്മാരുടെ ഉടമ്പടി വാങ്ങിയെന്ന് സൂറത്തുൽ അഹ്സാബിൽ പറയുമ്പോൾ സൂറ ആലി ഇംറാനിലെ 3-ാമത്തെ അധ്യായത്തിലെ 82-ാമത്തെ വചനത്തിൽ മീസാഖ് അൻ-നബിയ്യീൻ എന്താണ് ഖുർആൻ എന്ന് വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗന്ധവും ജ്ഞാനവും നൽകിയതിനു ശേഷം അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ദൂതൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഖേന അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ വിശദീകരണങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ വനുവാദമിൽ ഇവിടെ നടത്തുന്ന പ്രവാചകന്മാർ വരുമെന്ന് ഖുർആൻ പറയുമ്പോൾ ആ വരുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്ന് പറയുന്നത് കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എന്ന് സൂറത്തുൽ ആലി ഇംറാനിൽ പറയുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നബി തിരുമേനിയിൽ നിന്ന് അങ്ങനെ ഒരു വാഗ്ദാനം എടുക്കുമ്പോൾ, അങ്ങനെ ഒരു കരാർ എടുക്കുമ്പോൾ നബി തിരുമേനിയുടെ ഉമ്മത്തിലും അതേപോലത്തെ ഒരു ദൂതൻ വരാനുണ്ട് എന്ന് വ്യക്തമാവുകയും ചെയ്തു. അതേസമയം പൊതുവെ ഇനി ദൂതന്മാർ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു എന്നതുകൂടി ഖുർആൻ മറ്റൊരിടത്ത് വിശദീകരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സൂറ അൽ-മുഅ്മിൻ അൽ-ഗാഫിർ എന്നും ഈ സൂറത്തിൽ പറയാറുണ്ട്. 40-ാമത്തെ സൂറത്തിലെ 35-ാമത്തെ വചനവും 36-ാമത്തെ വചനവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നു, വലഖദ് ജാഅക്കും യൂസുഫ് മിൻ ഖബൽ, ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് യൂസുഫ് വന്നു, ബിൽ ബൈനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി, വമാ സിൽതും ഫീ ശക്കിൻ മിമ്മാ ജാഅക്കും ബി, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നതിൽ നിങ്ങൾ സന്ദേഹത്തിൽ തന്നെയാണ് ഇരുന്നത്, സന്ദേഹാലുക്കളായിരുന്നു. ഹത്താ ഇദാ ഹലക, അദ്ദേഹം മരിച്ചപ്പോൾ, ഖുൽതും, നിങ്ങൾ പറഞ്ഞു, ലൻ യബ്അസല്ലാഹു മിൻ ബഅദിഹി റസൂല, ഇനി അല്ലാഹു ഒരു ദൂതനെയും അയക്കുന്നതല്ല, ഒരിക്കലും അയക്കുന്നതല്ല. അപ്പോൾ യൂസുഫ് നബിയുടെ കാലത്ത് നടന്ന ഒരു വൃത്താന്തത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന നമുക്ക് ഒരു പാഠമായി ഖുർആൻ പറയുകയാണ്, യൂസുഫ് വന്ന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മരണാനന്തരം ജനങ്ങൾ പറഞ്ഞത്, അഥവാ ഖുർആന്റെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞത്, അത്തരം ജനങ്ങളോട് താദാത്മ്യം പുലർത്തുന്ന ആളുകളായ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇനി അല്ലാഹു ഒരു ദൂതനെയും നിയോഗിക്കുകയില്ല എന്നാണ്. എന്നാൽ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് അല്ലാഹു ദലാലത്തിലാക്കുന്നത്, വഴികളിലാക്കുന്നത്. സന്ദേഹാലുക്കളും തോന്നിവാസികളുമായിട്ടുള്ള അഥവാ ഇസ്രാഫ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ജനങ്ങളെ. അതിനുശേഷം അവർ അവർക്ക് നൽകപ്പെട്ട യാതൊരു തെളിവുകളുമില്ലാതെ അവർ അല്ലാഹുവിന്റെ ആയത്തുകളിൽ കുതർക്കം ചെയ്യുന്നവരാണ് എന്നുകൂടി പറയുന്നു. അതിനുശേഷം ഖുർആൻ പറയുന്നത്, അത്തരത്തിലുള്ള ആളുകളുടെ ഇങ്ങനെയാണ് അല്ലാഹു അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര ചെയ്യുന്നത്, മുദ്ര വെക്കുന്നത്. അവർ ജബ്ബാറായിട്ടുള്ള ആളുകളാണ്
വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ പാഠമനുസരിച്ചുകൊണ്ട് നാം വിശകലനം ചെയ്യുമ്പോൾ ദലാലത്തിന്റെ വിശ്വാസമാണ് കദാലികയുള്ള ഇങ്ങനെയാണ് അല്ലാഹു ദലാലത്തിലാക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനായി മാറും. അതേപോലെ തന്നെ ഖുർആൻ മറ്റൊരിടത്ത് അല്ലാഹു ഒരിക്കലും ഒരു ദൂതനെയും അയക്കുകയില്ല എന്ന് നിങ്ങൾക്ക് മുമ്പുള്ളവർ നിങ്ങളെപ്പോലെ കരുതിയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പൂർവ്വകാലത്തും ഇങ്ങനെ തന്നെയാണ് നടന്നത് എന്നെടുത്ത് പറയുന്നു. അപ്പോൾ പൂർവ്വകാല വൃത്താന്തം വിവരിച്ചുകൊണ്ട് ഖുർആൻ അത് പറയുമ്പോൾ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുമ്മത്തും ഇനിമേൽ ഈ കാര്യം പറയരുത്, ദലാലത്തിന്റെ ഒരു വിശ്വാസമാണിതെന്ന് മനസ്സിലാക്കണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തെര്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. ഇനി വരികയില്ല എന്ന് പറയുകയാണെങ്കിൽ കദാലികയുള്ള ഇങ്ങനെയാണ് അല്ലാഹു ദലാലത്തിലാക്കുന്നത് എന്ന് പറയുന്ന ആ വാക്യത്തിന്റെ താഴെയായിരിക്കും നാം നിലകൊള്ളുക, നാം ദലാലത്തിലായിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ വിശുദ്ധ ഖുർആന്റെ വിശദീകരണം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന ദൂതൻ വരുമെന്ന് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ അധ്യാപനമാണ്. ആ അധ്യാപനം അനുസരിച്ച് ഖുർആൻ പഠിക്കാൻ നാം ശ്രമിക്കുമ്പോൾ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നു, വല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത്. അവൻ തന്നെയാണ് ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നത്, നിന്റെ മേൽ ഇറക്കി തന്നത് അവൻ തന്നെയാണ്. അതിലെ ചില ആയത്തുകൾ ഖണ്ഡിത വചനങ്ങളാണ്, അതിന്റെ മൂലങ്ങളാണ്. മറ്റു ചിലത് മുതശാബിഹാത്താണ്, ഉപമാനങ്കാര പ്രയോഗങ്ങളാണ്. എന്നാൽ ഹൃദയങ്ങൾ വക്രമായിട്ടുള്ള ആളുകൾ, ഹൃദയങ്ങളിൽ വക്രതയുള്ള ആളുകൾ അതിന്റെ മുതശാബിഹാത്തിന്റെ ഉപമാനങ്കാര പ്രയോഗങ്ങളുടെ പിന്നാലെ പോവുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിന്റെ യഥാർത്ഥ ജ്ഞാനം അറിയുന്നില്ല അല്ലാഹുവും റാസിഖൂന ഫിൽ ഇൽമി എന്ന് പറയപ്പെടുന്ന ആളുകളുമല്ലാതെ. അവർ പറയുന്നത് കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം നമ്മുടെ റബ്ബിൽ നിന്നുള്ളതാണ്, നാം അതിൽ വിശ്വസിക്കുന്നു, നമ്മൾ അല്ലാഹുവിന്റെ അതിൽ യാതൊരു വിധത്തിലുള്ള ആ അല്ലാഹു എന്നാണ് ഇറക്കിയത് അതിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് റാസിഖൂന ഫിൽ ഇൽമി പറയുന്നു എന്നും ഖുർആൻ തുടർന്ന് പറയുന്നു. ഈ ആയത്തിൽ വിശുദ്ധ ഖുർആൻ ഖണ്ഡിത വചനങ്ങളും അതേപോലെ തന്നെ അതിന്റെ മൂലങ്ങളാണെങ്കിൽ അതിൽ ഉപമാനങ്കാര പ്രയോഗങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അല്ലാഹുവിനാണുള്ളത്. അതേപോലെ തന്നെ റാസിഖൂന ഫിൽ ഇൽമി, അറിവിൽ ഗൂഢമൂലമായിട്ടുള്ള ആളുകൾക്കും അതിന്റെ അറിവുണ്ടായിരിക്കും, അത് നൽകപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഖുർആന്റെ യഥാർത്ഥ ജ്ഞാനം അറിവിൽ ഗൂഢമൂലമായിട്ടുള്ള ആളുകൾ, അത് അല്ലാഹുവിനാണ് അതിന്റെ അറിവുള്ളത്. പിന്നീടുള്ളവർക്കാണെങ്കിൽ അല്ലാഹു അവരെ അറിയിക്കുന്ന അറിവുകളാണ് അത്തരത്തിൽ ലഭിക്കുന്നത് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു പാഠമാണ്. അവിടെ ഈ ഒരു പാഠമാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകർ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. അതായത് ഖുർആന്റെ പേരിലാണ് എല്ലാ തർക്കങ്ങളും. എന്നാൽ ഖുർആന്റെ യഥാർത്ഥ ജ്ഞാനം അല്ലാഹുവിനാൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഞാൻ നയിക്കുന്നത്, അതിനടിസ്ഥാനത്തിലാണ് ഖുർആനിക ജ്ഞാനം നിങ്ങൾ മുമ്പാകെ വെക്കുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം ഖുർആനിക ജ്ഞാനത്തിൽ എന്നോട് നിങ്ങൾക്ക് മത്സരിക്കുവാൻ സാധ്യമല്ല എന്നാണ്. അതാരാണെങ്കിലും നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോട് മത്സരത്തിൽ വരാം. ആ കാലഘട്ടത്തിലുള്ള സകല പണ്ഡിതന്മാരെയും അദ്ദേഹം വെല്ലുവിളിക്കുകയും പ്രസിദ്ധീകരണങ്ങൾ മുഖേന ലോകത്തോട് അത് പറയുകയും എന്നാൽ അതിനോട് ഒരുപെട്ട് വരാൻ ആരും തയ്യാറാകാതെ നിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടും അദ്ദേഹം ലോകത്തോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ അല്ലാഹു തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, അല്ലാഹു എന്നോട് ഭാഷണം നടത്തിയിട്ടുണ്ട്, അള്ളയാണ് എനിക്ക് ജ്ഞാനം നൽകുന്നത് എന്ന് പറഞ്ഞാൽ, ലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാബിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അല്ലാഹുവിന്റെ പേരിൽ ഒരാൾ കെട്ടി പറഞ്ഞാൽ അവനെ നാം വലം കൈ കൊണ്ട് പിടിക്കുകയും അവന്റെ ജീവനാടി അറുത്തുകളയുകയും ചെയ്യുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടിയല്ല ഈ ഖുർആൻ നിങ്ങളോട് പറയുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള വചനം തൻസീലും റബ്ബിൽ ആലമീൻ
വലം കൈ കൊണ്ട് പിടിക്കുകയും ശക്തമായി പിടിക്കുകയും അവന്റെ ജീവനാടി അറുത്ത് കളയുകയും ചെയ്യും, അവന് ബുദ്ധിനാശം സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആൻ അത് അല്ലാഹുവാണ് അറിയിച്ചത് എന്നതിനെ ഒരു സത്യസാക്ഷ്യത്തിന്റെ മാനദണ്ഡമായി കൊണ്ട് അള്ളാഹു എടുത്തു വെച്ചത് അത് അള്ളാഹുവിൽ നിന്നാണ് എന്നതിന് തെളിവ് അദ്ദേഹത്തിന്റെ ജീവനാടി അറുക്കപ്പെടുകയോ ബുദ്ധിനാശം വരുത്തുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം ഈ കാലഘട്ടം അത് ജീവിച്ച് അദ്ദേഹം ഖുർആൻ ഇറങ്ങിയ നാൾ മുതൽ ഇന്നേക്ക് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഈ ദിവ്യഗ്രന്ഥം, ഈ നിഅമത്ത് എന്ന് പറയുന്ന നാൾ വരെ ജീവിച്ചു എന്നതാണ് അതിന്റെ തെളിവ്. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, വഹി ഇറങ്ങിയതിന്റെ കാലഘട്ടം, അത് ഇറങ്ങിയതിനു ശേഷം അത് പൂർത്തീകരിക്കുന്നത് വരെ ജീവിച്ചു എന്നുള്ളതാണ്. ഇതേപോലെ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്ന വചനം അള്ളാഹുവിൽ നിന്ന് ഇറങ്ങാതെ ഒരാൾ പറയുകയാണെങ്കിൽ അവൻ അള്ളാഹു നേരിട്ട് പിടിക്കുമെന്ന് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. നാളിതുവരെ ഒരു കള്ളപ്രവാചകൻ ഒന്നുകിൽ തൗബ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം പിന്തിരിഞ്ഞ് മടങ്ങി താൻ വാദത്തിൽ പിൻവലിക്കുകയോ അതല്ലെങ്കിൽ ഈ വിധത്തിൽ ജീവനാശം വരുത്തുകയോ ചെയ്യാത്ത ഒരു ചരിത്രവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഖുർആൻ അത് സർവസമ്പൂർണമാണ്, അത് എക്കാലത്തേക്കുള്ളതാണ്. അതിൽ മനുഷ്യൻ അല്ലാഹുമായി ബന്ധപ്പെടുവാനും ബന്ധപ്പെട്ട് ജീവിക്കുവാനുള്ള ദൃഷ്ടിക്ക് അനുസൃതമായി ഭൗതികവും ആത്മീയവുമായി ജീവിക്കുവാനുള്ള സകല കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഖുർആനിൽ യഥാർത്ഥ ജ്ഞാനം അല്ലാഹു അറിയിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ ഖുർആൻ സന്ദേഹമില്ലാത്ത വിധം അത് വെട്ടി തുറന്ന് പറയുന്നു. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ ദൂതന്മാരായി വരുന്ന ആളുകളെ കുറിച്ച് കൂടി ഖുർആൻ എടുത്തു പറയുന്നു. ആ വരുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ അത്തരത്തിൽ ആളുകൾ വരുമെന്ന് പറയുകയും വരികയില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ദലാലത്തിന്റെ അഖീദയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് അടുത്ത ഇതിന് കാര്യങ്ങൾ പറഞ്ഞ് നാം ചർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയുന്നതാണ്. വാഖിഉ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.